3 ദിവസങ്ങൾക്ക് ശേഷം കാശിനാഥനും പാറുവും ഓഫീസിലായിരുന്നു. അത്യാവശ്യമായിട്ട് ലാപ്പിലൊന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന പാറുവിന് കാശിയുടെ ഫോൺ കോൾ വന്നു. പാറു, നീ ബിസിയാണോടാ? ചെറുതായിട്ട്. എന്താ കാശേട്ടാ? ഒരു മെയിൽ അയച്ചിട്ടുണ്ട്, ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. ഓക്കെ. ഫോൺ കാതിൽ നിന്ന് എടുക്കാതെ തന്നെ പാറു മെയിൽ ചെക്ക് ചെയ്തു. ZKS എന്ന ലോകോത്ത് ഇൻഡസ്ട്രി പ്രൊവൈഡ് ചെയ്യുന്ന ഈ വർഷത്തെ ബെസ്റ്റ് വുമൺ എൻ്റർപ്രൈസിനുള്ള അവാർഡ് കരസ്ഥമാക്കിയത് പാർവതി കാശിനാഥൻ വിത്ത് ഹെയർ ഇഗൻ ലിമിറ്റഡിന്. ചാടി എഴുന്നേറ്റ് കാശിയുടെ ക്യാബിനിലേക്ക് പാഞ്ഞു പോകുന്ന പാറുവിനെ കണ്ടതും സ്റ്റാഫിലെല്ലാവരും ഞെട്ടില്ലായിരുന്നു. കാശേട്ടാ! ഓടിച്ചെന്നവൾ അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ കവളിൽ ആഞ്ഞൊരു മുത്തം കൊടുത്തു. കാശേട്ടാ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന പ്രയാസമാണ്. ഇതൊക്കെ നിന്റെ കഴിവിലുള്ള അംഗീകാരമാണ് പാറു. അത്രയ്ക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് നീയെ. ഞാൻ പോലും ഞെട്ടിപ്പോയിട്ടുണ്ട് നിന്റെ ഈ രംഗത്ത് സർവീസ് കണ്ടിട്ട്. ഒഴുകി വന്ന മെഴുതിയെ തുടച്ചു മാറ്റി കൊടുത്തുകൊണ്ട് അവനും തൻ്റെ ആദരങ്ങൾ അവളുടെ കവളിൽ പതിപ്പിച്ചു. പെട്ടെന്ന് തന്നെ അവിടെയുള്ള സഹപ്രവർത്തകരെല്ലാവരും പറഞ്ഞു പാർവതിക്ക് ലഭിച്ച വലിയ നേട്ടത്തെ. അഭിനന്ദന പ്രവാഹമായിരുന്നു പിന്നീട് അവിടെ നടന്നത്. കൃഷ്ണമൂർത്തിയും സുഗന്ധിയും ഒക്കെ അവളെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ഈ വിവരം അറിഞ്ഞതും കല്ലുവും അർജുനും കൂടി പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് എത്തിയിരുന്നു. എല്ലാവരിലും ഒരുപാട് സന്തോഷമായിരുന്നു. അടുത്ത ശനിയാഴ്ചയാണ് അവാർഡ് ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പ്രമുഖർ പങ്കെടുക്കുന്നതാണെന്നുള്ളത് കൊണ്ട് പാറുവിന് നല്ല ടെൻഷനുണ്ട്. എന്നാലും എന്തിനും ഏതിനുമൊക്കെ അവൾക്ക് കൂട്ടായി തണലായി അവളുടെ കാശേട്ടനുണ്ട് താനും. പാറുവിന് അവാർഡ് കിട്ടുന്ന വിവരം അറിഞ്ഞപ്പോൾ തന്നെ കാശി ഓഫീസിൽ എല്ലാവർക്കും വേണ്ടി ഒരു ചെറിയ പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നു. അത് അന്ന് തന്നെ വൈകുന്നേരം ഗ്രാൻഡ് ഹോട്ടലിൽ വെച്ച് അവർ നടത്തുകയും ചെയ്തു. കാശേട്ടാ, എന്നാലും എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. രാത്രിയിൽ അവൻ്റെ നെഞ്ചിലെ രോമത്തിൽ മുഖം പോയിട്ട് കിടക്കുകയാണ് പാറു. നീ ഇപ്പോൾ ഒന്നും പറയാൻ നിൽക്കണ്ട. അടുത്ത ആഴ്ച അവാർഡ് കിട്ടിക്കഴിഞ്ഞ് വിശ്വസിച്ചാൽ മതി. അവളുടെ മുടിയിരകളിൽ വിരൽ കോർത്ത് പിണച്ചുകൊണ്ട് അവൻ കാതോരം പൊളിഞ്ഞു. എന്നാൽ സത്യം പറഞ്ഞാൽ എനിക്കങ്ങോട്ട് എന്നാ പറയാനാ, ഈ സന്തോഷം ഒന്ന് കിണഞ്ഞ് ആഘോഷിക്കാൻ എനിക്ക് പറ്റിയില്ലെന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. കാശി തൻ്റെ ഉള്ളിലെ വിഷമം വ്യക്തമാക്കി. അതെന്തേട്ടാ, എന്തു പറ്റി? പെട്ടെന്ന് അവൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖം ഉയർത്തി അവനെ നോക്കി. ഇതല്ലേ കാരണം, കൃത്യസമയത്തിന് എത്തിയില്ലേ. തുടക്കം മുതലേ ഇതിനൊരു മാറ്റമില്ല. പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈ അവളുടെ അല്ലവയറും കഴിഞ്ഞ് താഴേക്ക് പതിച്ചതും പാറു ആ കയ്യിൽ പിടുത്തം വിട്ടു. അങ്ങനെ. ഞാൻ കരുതി ഇതെന്തേട്ടാ ഈ പറഞ്ഞു വരുന്നതെന്ന്. അതല്ലേലും അങ്ങനെയാണ്. ബാക്കിയുള്ളവൻ നല്ല മൂഡിൽ വരുമ്പോഴൊക്കെ നീ കളഞ്ഞു കുളിക്കും. ധൃതി വെക്കാതെ ദാസ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്നേ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അടുത്ത ദിവസം കാലത്ത് തന്നെ പാറുണർന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കാശിയെ വിളിച്ചു നിർത്തി. ഏട്ടാ, നമുക്ക് നിന്റെ വീട് വരെ ഒന്ന് പോകണം. എന്താടാ? ഒന്നുമില്ലേട്ടാ, കുറച്ചായില്ലേ അവിടേക്കൊന്ന് പോയിട്ട്. അച്ഛനെ അമ്മയൊക്കെ കാണാൻ ആഗ്രഹം. പോകാലോ, ഞാൻ ഇവിടെ നിന്ന് റെഡിയാവാം പറഞ്ഞുകൊണ്ട് അവൻ വേഗം എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി. പാറുട്ടി, ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ആര്യാസിന്ന് കഴിക്കാം. നീ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടോ, അവൻ വിളിച്ചു പറഞ്ഞു. ശരിയേട്ടാ. ഫ്ലാറ്റ് കൂട്ടി 1/2 മണിക്കൂറിനുള്ളിൽ തന്നെ ഇരുവരും ഇറങ്ങി. വീട്ടിലേക്കുള്ള വഴിയിലുടനീളം പാറുവിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു നൊമ്പരമായിരുന്നു. അച്ഛൻ, അമ്മ. തൻ്റെ യാതൊരു സന്തോഷത്തിലും അതൊന്ന് പങ്കിടാനായിട്ട് അച്ഛനും അമ്മയും ഒപ്പമില്ലെന്നുള്ളത് ഓർക്കുമ്പോൾ പലപ്പോഴും അവൾ ഒറ്റയ്ക്കിരുന്ന് വീങ്ങിപ്പോട്ടുമായിരുന്നു. പാവൻ്റെ അച്ഛനും അമ്മയും. ഈശ്വര, ഈ ഭൂമിയിൽ ഇപ്പോഴും കാണേണ്ടതല്ലായിരുന്നു അവർ. എന്തിനാ നീ വിളിച്ചുകൊണ്ട് പോയത്? മരണം കാത്ത് കിടക്കുന്ന എത്രയോ രോഗികളുണ്ട്. അവരാരെങ്കിലും കൊണ്ടുപോയാൽ പോരായിരുന്നു. പാവല്ലായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും. ഒരു തേങ്ങൽ ഉയർന്നു വന്നെന്ന് കാശി മുഖം തിരിച്ച് അവളെ നോക്കി. പാറുട്ട, ഞാൻ പറഞ്ഞു കേട്ടോ, ചുമ്മാ കാര്യം നിലവിളിച്ച് പ്രശ്നം ഉണ്ടാക്കില്ലേ. ഇതെവിടേക്ക് കൊണ്ടുവരാത്തത്? അവൻ ശാസിച്ചതും പാറും അവനും മൂണ്ട്. ആ വലിയ വീടിൻ്റെ ഗേറ്റ് തുറന്നുകൊണ്ട് പാറും എല്ലാം തേക്കേറി. മുറ്റത്തുണ്ടായിരുന്ന കരികളൊക്കെ ആരോ അടിച്ചു മാറ്റിയിട്ടുണ്ട്. എല്ലാം നല്ല വൃത്തിക്കും വെടുപ്പിനും ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ആരാ ചെയ്തേ? അവൾ ചുറ്റിനും മിഴികൾ പായിച്ചു. അച്ഛനെ പാറ ചെയ്യിപ്പിച്ചത്. ഒരാളെ നിർത്തി എല്ലാ വീക്കെൻഡിലും ഇവിടെ ക്ലീനാക്കും. വണ്ടി ഒതുക്കിയ ശേഷം അവൻ പാറുവിൻ്റെ അരികിലേക്ക് വന്നു പറഞ്ഞു. പാറൊന്ന് മൂളി. അച്ഛനെയും അമ്മയും അടക്കം ചെയ്ത് മണ്ണിലേക്ക് നടക്കുമ്പോൾ എന്നത്തെയും പോലെ അന്നും അവൾ തളർന്ന് വീഴാൻ തുടങ്ങി. അത് മനസ്സിലാക്കിയതവണ കാശികളെ പൊതിഞ്ഞു പിടിച്ച് തന്നിലേക്ക് ചേർത്തു. ഇരുവരോടും കുറേ സമയം പാറ തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ച് അങ്ങനെ ഇരുന്നു. അത് പതിവുള്ളതായത് കാരണം കാശ് അവിടുന്ന് മാറിപ്പോയിരുന്നു. കാലത്ത് എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് പാറു പൂജാമുറിയിൽ ചെന്ന് അല്പസമയം പ്രാർത്ഥിച്ചു. ഇന്നാണ് അവൾക്ക് ബെസ്റ്റ് വുമൺ എൻ്റർപ്രൈസ് അവാർഡ് ലഭിക്കുന്നത്. അതിന് മുന്നേടിയായിട്ട് കാലത്തെ കുറച്ച് സമയം ഭക്തിസാന്ദ്രമാക്കുവാനായി ഭഗവാന്റെ മുന്നിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച ശേഷം ഒന്ന് റിലാക്സ് ആയിട്ട് അവൾ ചെന്ന് സ്വീകരണ മുറിയിലിരുന്നു. തന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഒരുപാട് പ്രാധാന്യം നിറഞ്ഞതാണ്. ഒരുപക്ഷെ ഇത്രത്തോളം സന്തോഷം നിറഞ്ഞൊരു ദിവസം ഇനി ഒരിക്കൽ പോലും തൻ്റെ ജീവിതത്തിൽ കടന്നു വരില്ലെന്ന് പാറു ഓർത്തു. ഏറ്റവും വലിയ ദുഃഖമെന്നുള്ളത് അച്ഛനും അമ്മയും കൂടെയില്ല എന്നത് മാത്രമാണ്. എങ്കിൽ പോലും അവരുടെ ആത്മാവൊക്കെ കണ്ട് തന്നെ അനുഗ്രഹിക്കും, ഉറപ്പ്. പാറുട്ടാ, കാശിയുടെ ശബ്ദം കേട്ടതും അവൾ മുഖം തിരിച്ചു നോക്കി.
എന്തോ താ വരുന്നു കാശിയേട്ടാ. അവൾ എഴുന്നേറ്റ് പെട്ടെന്ന് റൂമിലേക്ക് ചെന്നു. എന്തേട്ടാ? ഞാനിന്നൊരു സ്വപ്നം കണ്ടിടൂ. ഉറക്കച്ചെലവുകയാണെങ്കിൽ പോലും ഭയങ്കര ആക്റ്റീവായിരുന്നു കൊണ്ട് അവൻ പാറുവിനെ നോക്കി. എന്തേ? ഞാനിവിടെ കേൾക്കട്ടെ. ആരായിരുന്നു എൻ്റെ സ്വപ്നത്തിലെ നായിക? ഒരു പനിനീർമോട്ട്. പെട്ടെന്ന് കേട്ടതും അവൾക്കൊന്നും മനസ്സിലായില്ല. എൻ്റെ പാറൂട്ടിനെ പോലെ ഒരു പനിനീർമോട്ട്. എൻ്റെ ഈ നെഞ്ചത്ത് പറ്റിച്ചെന്ന് കിടക്കുവാടി. ആ പിഞ്ചിള മേനി എൻ്റെ ഇവിടെ ഇങ്ങനെ ഒട്ടി കിടക്കുന്നു. ആ കുഞ്ഞിൻ്റെ ഗന്ധം പോലും എനിക്കിപ്പോൾ റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടടി. മനസ്സിന് മായത് അങ്ങനെ നിൽക്കുക ആ മുഖം. അച്ചയുടെ ചുന്ദരി വാവ. ഇനി വൈകിക്കൂടാ. എനിക്ക് കാത്തിരിക്കാൻ വയ്യ പാറു. നമുക്ക് വേണൊരു വാവയെ, എൻ്റെ കൺമണിയെ പോലൊരു പെൺകുഞ്ഞു വാവ. അവൻ പറഞ്ഞത് കേട്ടതും പാറുവിൻ്റെ മിഴികൾ നിറഞ്ഞതു. എന്നിട്ടതൊരു പൊട്ടിക്കരച്ചിലായി മാറുവാൻ അധികം നേരം വേണ്ടി വന്നില്ല. പാറു ഞാൻ. എടി നീ എന്തിനാ കരയുന്നേ? അവൻ എഴുന്നേറ്റ് വന്ന് അവളുടെ മുഖം പിടിച്ചു ഉയർത്തി. പെട്ടെന്ന് അവൾ അവനെ നെഞ്ചിലേക്ക് വീണ് കരഞ്ഞു. എടി ഇതൊക്കെ ഒരു സ്വപ്നല്ലേ, നീ അത് സീരിയസ് ആയിട്ട് എടുത്തോ. കരയണ്ട, പോട്ടെ. സമാധാനിപ്പിച്ചുകൊണ്ട് അവൻ നിന്നപ്പോഴുണ്ട് ഫോൺ ശബ്ദിച്ചു. നോക്കിയപ്പോൾ അർജുനാണ്. ഹലോ, എടാ അർജുൻ. പറയടാ. സത്യാണോടാ? അടിപൊളി മോനെ. എന്നാലെൻ്റെ ഈശ്വര, ഈ ഉള്ളവൻ്റെ സ്വപ്നം നീ അടിച്ചോണ്ട് പോയോ? കൊള്ളാം, കൺഗ്രാജുലേഷൻ മൈ ഡിയർ ബോയ്സ്. ഇല്ലടാ, അവളിവിടെ ഉണ്ട്, കൊടുക്കാം. അർജുൻ ഒരു അച്ഛനാക്കാൻ പോകുന്നു. ചിരിയാലെ കാശി ഫോണ് പാറുവിൻ്റെ കയ്യിലേക്ക് മാറിയപ്പോൾ അവൻ്റെ നെഞ്ചിൽ അപ്പോഴും താൻ കണ്ട സ്വപ്നത്തിലെ കുഞ്ഞുവാവിയായിരുന്നു നിറഞ്ഞിരുന്നത്. അർജുൻ, ഹാപ്പി ന്യൂസാണല്ലോ കാലത്ത് കേട്ടത്. എവിടെ നമ്മുടെ കല്ലുപെണ്ണ്? ഒന്ന് കൊടുത്തേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കാശിയെ നോക്കി കണ്ണിറങ്ങി കാണിച്ചുകൊണ്ട് അവൾ റൂമിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി. ഹലോ പാറുജി. കല്ലൂസേ, സത്യാനോടാ? അതെ ചേച്ചി, 2 ദിവസമായിട്ട് പീരീഡ്സ് മിസ്സായി. ചിലപ്പോഴൊക്കെ ലേറ്റായി വരുന്നത് കൊണ്ട് ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ല. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ചേച്ചി. ഇതൊക്കെ ഈശ്വരൻ്റെ കൂടി തീരുമാനമാണ്. നീ സന്തോഷമായിട്ട് ഇരിക്കട്ടോ. ഞാൻ ഏട്ടനും കൂടി വൈകുന്നേരം അങ്ങോട്ട് വരാം. ഇന്ന് 11 മണിക്കാണ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാനും വരുന്നുണ്ട് ചേച്ചി, നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ, സെറ്റ്. പിന്നെ ജാനകിൻ്റെ എവിടെ? നിൻ്റെ വീട്ടിൽ ഈ വിവരമൊക്കെ വിളിച്ചറിയിച്ചോ? ജാനകിയെ വെച്ച് ഇവിടെ ഉണ്ട് ചേച്ചി. പിന്നെ ഈ കാര്യം വീട്ടിലാരോടൊന്നും പറയുന്നില്ല. അത് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ചേച്ചി. എൻ്റെ അനുജത്തിമാർക്കുള്ള പഠിപ്പിന് ആവശ്യമായ എല്ലാ സഹായവും ആദ്യമായിട്ട് ചെയ്തു കൊടുക്കുമെന്ന് അവരോട് പറഞ്ഞു. അല്ലാതെ മറ്റൊന്നിൻ്റെ പേരിലും ഇനിയൊരു ബന്ധവും പുതുക്കുന്നില്ല. ഉറച്ച തീരുമാനമാണ് അവളുടേതെന്ന് പാറുവിന് മനസ്സിലായി. ഓക്കേടാ, രണ്ടാളും കൂടി എടുത്ത ഡിസിഷൻ അല്ലേ, അത് നല്ലത് തന്നെ. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. കുറച്ച് സമയം കൂടി കല്ലുവിനോട് സംസാരിച്ച ശേഷം പാറു ഫോൺ കട്ട് ചെയ്തു. അർജുന് ഭയങ്കര ചമ്മലാണെന്ന് പെട്ടെന്ന് ആയിപ്പോയത് കൊണ്ട് പാറു ചിരിച്ചുകൊണ്ട് കാശിയുടെ അടുത്തേക്ക് വന്നു. കൊച്ചു കള്ളൻ, 1.5 മാസം കൊണ്ട് ഗോളടിച്ചു. പിന്നെ ചമ്മല് ആദ്യത്തെ ഇരിക്കട്ടെ, നല്ലതാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ അർജുനും കല്ലുവുമായിരുന്നു ഇരുവരുടെയും സംസാര വിഷയം. കോളിമെല്ല് ശബ്ദിച്ചപ്പോൾ പാറു എഴുന്നേറ്റു. വേദിക ആയിരിക്കും കേട്ടാ. ഞാൻ പറഞ്ഞില്ലേ എന്നെ സാരി ഉടുപ്പിച്ച് മേക്കപ്പ് ചെയ്ത് തരാൻ വേണ്ടി ഒരു കുട്ടി വരുമെന്ന്. നീ ആ ഫുഡ് മുഴുവൻ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയാൽ മതി. ഇല്ലെങ്കിൽ സ്റ്റേജിൽ തല കറങ്ങി വീഴും കേട്ടോ. ഇത് മതി കാശേട്ടാ. ഈ ദോശ ഏട്ടൻ കഴിച്ചോളൂ, വെറുതെ വേസ്റ്റ് ആക്കണ്ട. തൻ്റെ പ്ലേറ്റിലിരുന്ന് ദോശയുടെ പകുതി ഭാഗം എടുത്ത് കാശിക്ക് കൊടുത്തുകൊണ്ട് അവൾ കൈ കഴുകി വാതിൽ തുറക്കാനായിട്ട് പോയി. പാറു പറഞ്ഞതുപോലെ അത് വേദികയായിരുന്നു. ബേച്ച് നിറമുള്ള ഒരു ഡിസൈൻ സാരിയാണ് പാറുവിൻ്റെ വേഷം. അതിനോട് മാച്ച് ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള ഡയമണ്ട് കളക്ഷനും മുടി മുഴുവനായും അയൺ ചെയ്ത് വെറുതെ ഇട്ടിരിക്കുകയാണ്. അവളുടെ ഐ മേക്കപ്പ് വളരെ ആകർഷണം നിറഞ്ഞതായിരുന്നു. വളരെ ന്യൂഡായിട്ടുള്ള ലിപ്സ്റ്റിക്ക്, ചെറിയൊരു വൈറ്റ് സ്റ്റോൺ ബിന്ദിയും സീമന്തിരേഖയിൽ അല്പം സിന്ദൂരവും. ഒരുപാട് ചാമയങ്ങളൊന്നും ഇല്ലെങ്കിലും പാറു ആ ഡ്രസ്സിലും മേക്കപ്പിലും അതീവ സുന്ദരിയായിരുന്നു. വേദിക അടിപൊളിയായിട്ട് കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ലുക്ക്. പാറുവളെ കെട്ടിപ്പിടിച്ചു. പാറുവിൻ്റെ സാരിയോട് മാച്ച് ചെയ്യുന്നൊരു സ്യൂട്ടായിരുന്നു കാശിയുടേത്. പാറുട്ട, നേരം പോകുന്നു, വായോ വേഗം. കാശി ധൃതി കൂട്ടി. തൻ്റെ മുന്നിലേക്ക് റൂം തുറന്നിറങ്ങി വന്ന പാറുവിനെ കണ്ടതും അവൻ്റെ കിളി പോയി. ആ നോട്ടം കണ്ടതും അവൻ്റെ വയറിൽ വന്ന് ഇടി കൊടുത്തുകൊണ്ട് പാറു നാണത്തോടെ ചിരിച്ചു. നേരെ പോയാലും വേണ്ടില്ല, വാടി ഒരു ഫ്രണ്ട് എടുത്താലോ. നിങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളൂ മനുഷ്യ. ആ വേദിക എങ്ങാനും കേട്ടോ ആവോ? അവൾ ദേഷ്യത്തോടെ കാശിയെ നോക്കി. ഇന്ന് ഈ വേദിയിൽ അഭിമാനത്തോടു കൂടി ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഒരേ ഒരാൾ മാത്രമാണ്. ജീവിത വിജയത്തിന് കാരണക്കാരനായ ഒരേ ഒരാൾ എൻ്റെ ഭർത്താവ് മിസ്റ്റർ കാശിനാഥമൂർത്തി. ഇതുപോലൊരു വൈകുന്നേരമായിരുന്നു കാശേട്ടൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ ഗ്യാൻ്റെ ചുമതല എന്നെ ഏൽപ്പിച്ചത്. ബിസിനസ് രംഗത്ത് മുഖമുദ്ര പതിപ്പിച്ച ആളായിരുന്നു എൻ്റെ അച്ഛൻ. എങ്കിലും എനിക്കിതിനെക്കുറിച്ചൊന്നും യാതൊരു ഐഡിയയും ഇല്ലായിരുന്നു. എന്നെ വിവാഹം കഴിപ്പിച്ച് അയച്ചതും അച്ഛൻ്റെ ആഗ്രഹപ്രകാരം ഒരു ബിസിനസ് കുടുംബത്തിലേക്കായിരുന്നു.
എനിക്ക് ഇങ്ങനൊരു ബിസിനസ് വുമൺ ആകണമെന്നും യാതൊരു ആഗ്രഹവും ഇല്ലായിരുന്നു, ഒരിക്കലും ചിന്തിച്ചിട്ട് പോലില്ല എന്നതാണ് സത്യം. ഇഗാൻ ലിമിറ്റഡിൻ്റെ CEO ആയിട്ട് കാശിൽ നിന്ന് തിരഞ്ഞെടുത്തപ്പോൾ എൻ്റെ കാലുകൾ രണ്ടും വിറച്ചു പോയിരുന്നു. അന്ന് എന്നോട് 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞിട്ട് പോലും എനിക്കാണെങ്കിൽ ആ ദിവസം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അത്രയ്ക്ക് പേടിയോടെയായിരുന്നു ഞാനിവിടെ നിന്നത്. ഒരുപാട് തവണ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു നോക്കി എന്നെ ദയവ് ചെയ്ത് ഈ പൊസിഷനിൽ നിന്ന് മാറ്റണമെന്ന്. പക്ഷേ അദ്ദേഹത്തിന് ഒറ്റ തീരുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അദ്ദേഹം എനിക്ക് നൽകിയ ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ പടി കയറി വന്നത്. ഒപ്പം ഞങ്ങളുടെ അച്ഛൻ, ഈ സ്ഥാപനങ്ങളുടെ എല്ലാം സ്ഥാപകനായ ശ്രീ കൃഷ്ണമൂർത്തി, അച്ഛൻ്റെയും ഒപ്പം എൻ്റെ ഭർത്താവിൻ്റെയും പിന്നെ നല്ലവരായ ഞങ്ങൾ ടീം മെമ്പേഴ്സ്, അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ പിന്തുണയോടെ ഞാൻ ഈ രംഗത്തേക്ക് കടന്നു വന്നു. പതറാതുറച്ച ശബ്ദത്തിൽ പറയുന്നത് എൻ്റെ പാർവനെ നോക്കി നിറഞ്ഞ മനസ്സോടുകൂടി കാശിനാഥനായിരുന്നു. എന്നെ ഈ നിലയിലെത്തിച്ചു തന്ന എൻ്റെ ഭർത്താവിന് വിലമതിക്കാനാവാത്തൊരു സമ്മാനം ഞാനും കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തൻ്റെ കയ്യിൽ ചെറിയൊരു ഗിഫ്റ്റ് പാക്കറ്റ് എടുത്തു. അപ്പോഴേക്കും കരഘോഷങ്ങൾ മുഴങ്ങി. കാശി മെല്ലെ എന്നിട്ട് പാറുവിൻ്റെ അടുത്തേക്ക് ചെന്നു. വീട്ടിലെത്തിയ ശേഷം ഓപ്പൺ ചെയ്യാവുള്ളൂ പ്ലീസ്, അവൾ സാവധാനം പറഞ്ഞു. ഓക്കെ, കാശി താലകുലുക്കി സമ്മതിച്ചു. ശേഷം പാറു തൻ്റെ സംഭാഷണം അവസാനിപ്പിച്ചു. അവാർഡ് നൽകാൻ വന്ന അരുന്ധതി മേനോൻ അത് കയ്യിലെടുത്ത ശേഷം കാശിയെ വിളിച്ചു. പാർവതിക്ക് ഈ മൊമെൻ്റോ നൽകാൻ ഏറ്റവും യോജിച്ച ആൾ അവളുടെ ഭർത്താവായ കാശിനാഥനാണെന്ന് പറഞ്ഞു. അങ്ങനെ കാശിയാണ് പാർവിനത് നൽകിയത്. പിന്നീട് ഓരോരോ ആളുകളായി പാർവതിക്കും കാശിനാഥനും ആശംസകൾ അർപ്പിക്കുവാനായി സ്റ്റേജിലേക്ക് കടന്നു വന്നു. കൃഷ്ണമൂർത്തിയും സുഗന്ധിയൊക്കെ അതീവ സന്തോഷത്തിലാണ്. പാർവിൻ്റെ കൈത്താണ്ടിയിൽ പിടിച്ചുകൊണ്ട് സുഗന്ധി എല്ലാവരുടെ മുന്നിൽ നെളിഞ്ഞു നിന്നു. അവൾക്കതൊക്കെ അസ്വസ്ഥത ഉളവാക്കുന്നതായിരുന്നു. എങ്കിലും ഒന്നും മിണ്ടാതെ എല്ലാം മുന്നിലേക്ക് സുഗന്ധിയുടെ അടുത്ത് നിന്നു. പെട്ടെന്നായിരുന്നു അർജുനും കല്ലും കൂടി അവളുടെ അടുത്തേക്ക് വന്നത്. കല്ലുവിനെ കണ്ടതും പാർവളുടെ അരികിലേക്ക് ഓടിച്ചെന്നു. എടാ, എങ്ങനെയുണ്ട്? കുഴപ്പമില്ല ചേച്ചി, കാലത്ത് ഹോസ്പിറ്റലിൽ പോയിരുന്നു. ഡോക്ടറെ കുറിച്ച് മെഡിസിനൊക്കെ തന്നു വിട്ടു. റെസ്റ്റ് എടുക്ക്, മെഡിക്കായിട്ട് ഇരുന്നോണം കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കരുത്. പിന്നെ ജാൻഡി ആൻറ്റി ഉണ്ടല്ലോ. 1 മിനിറ്റ് കൊണ്ടൊരു 100,000 ഉപദേശമായിരുന്നു അവൾക്കായി പാറു നൽകിയത്. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാൻ പാറുട്ടാ? ഇതിനു മുന്നേ നീ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? പാറു ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്ന കാശി അമ്പരപ്പിലായിരുന്നു. സത്യമാണ് കേട്ടോ, ഞാനിപ്പോൾ ഓർത്തേ ഉള്ളൂ. ചേച്ചിക്ക് എല്ലാ കാര്യങ്ങളും ഇത്രയ്ക്ക് വശാണല്ലോ എന്ന്. കല്ല് ചിരിച്ചുകൊണ്ട് കാശിയെ നോക്കി. ചേച്ചി എന്ത് ഗിഫ്റ്റായിട്ടാണ് കൊടുത്തത്? പെട്ടെന്നെന്തോ ഓർത്ത പോലെ കല്ല് ചോദിച്ചു. അതൊക്കെ സർപ്രൈസാ, വീട്ടിൽ ചെന്നിട്ട് ഏട്ടൻ ഓപ്പൺ ആക്കി നോക്കും, എന്നിട്ട് പിക്കിട്ടാ പോരെ. പാറു വേഗത്തിൽ ഉത്തരം നൽകി. ഓക്കെ മതിയെന്നേ.